Hi friends, welcome to AksLearning. AksLearningലേക്ക് സ്വാഗതം. Today we are discussing what is procedure oriented programming. What is procedure oriented programming? എന്താണ് procedure oriented programming? Okay, let us start. നമുക്ക് തുടങ്ങാം. In the procedure oriented approach, the primary focus is on functions. ഫങ്ഷൻസിനാണ് പ്രൈമറി ഫോക്കസ്, അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Okay, in procedure oriented approach, main focus or primary focus on functions. Okay, the technique of hierarchical decomposition ഈ വേർഡ് ഓർക്കുക. This term is important. Hierarchical decomposition has been used to specify the task to be completed. Okay, എന്താണ് ടാസ്ക് ചെയ്യാനുള്ളത്, അതിനെ നമ്മൾ എന്ത് ഹൈറാർക്കിക്കലായിട്ട് ഡീകമ്പോസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഇമേജ് നോക്കുക. ദിസ് ഇസ് ദ ടിപ്പിക്കൽ സ്ട്രക്ചർ ഓഫ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാം. ഒരു പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ടിപ്പിക്കൽ സ്ട്രക്ചറാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് മെയിൻ പ്രോഗ്രാം സബ് ഡിവൈഡഡ് ഇൻറ്റു ഫങ്ഷൻസ്. ഫങ്ഷൻ 1, ഫങ്ഷൻ 2, ഫങ്ഷൻ 3. ദാറ്റ് മീൻസ് ഒരു പ്രോഗ്രാമിൽ എത്ര ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ ആ ടാസ്കിനെ നമ്മൾ ഓരോരോ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇതിനാണ് നമ്മൾ ഹൈറാർക്കിക്കൽ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ആ ഓരോ ടാസ്കിനെ നമ്മൾ ഓരോ ഫങ്ഷൻസ് ആയിട്ട് വെക്കുന്നു. എന്നിട്ട് ആ ഫങ്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫങ്ഷൻസിലൂടെ ആ ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, മെയിൻ പ്രോഗ്രാം ക്യാൻ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു സോ മെനി ഫങ്ഷൻസ് ടു അക്കംപ്ലിഷ് the specified task. Okay, then procedure oriented approach basically consists of writing a list of instructions or actions. അതായത് ഇവിടെ പറയുന്ന വെച്ചാൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ ബേസിക്കലി എന്താണ്, ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓർ ആക്ഷൻസ് എന്താണോ ചെയ്യാനുള്ളത്. ഇപ്പോൾ നമുക്ക് 2 നമ്പേഴ്സിന് സം കാണണം. ഓക്കെ, you want to find the sum of 2 numbers, then we write an instructions for that. Okay, നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എഴുതും. അപ്പം അതാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ. ഇപ്പം ഇൻറ്റ് എ ഈക്വൽ ടു ഇൻറ്റ് ബി പ്ലസ് ഇൻറ്റ് സി, അങ്ങനെ അതൊരു ഇൻസ്ട്രക്ഷനാണ്, ഒരു ആക്ഷനാണ് അവിടെ. അപ്പോൾ നമ്മൾ ലിസ്റ്റ് ഓഫ് ആക്ഷൻസ് ഒരു ഇൻസ്ട്രക്ഷൻസ് നമ്മളവിടെ എഴുതും. ഫോർ ദ കമ്പ്യൂട്ടർ ടു ഫോളോ ആൻഡ് ഓർഗനൈസ് ദീസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ടു ഗ്രൂപ്പ് നോൺ ആസ് ഫങ്ഷൻസ്. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യും, അതായത് കമ്പ്യൂട്ടറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എഴുതും. അതിനെ എന്ത് ചെയ്യും, ഓർഗനൈസ് ദീസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ടു ഗ്രൂപ്പ്സ് ആയിട്ട് ഓർഗനൈസ് ചെയ്യും. ആ ഗ്രൂപ്പിനാണ് എന്ത് പറയുന്നത്, ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, നോർമലി യൂസ് എ ഫ്ലോ ചാർട്ട് ടു ഓർഗനൈസ് ദീസ് ആക്ഷൻസ് ആൻഡ് represent the flow of control from one action to another. നമ്മൾ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഫ്ലോ ചാർട്ട് എന്ന് പറയും. അതായത് ഏതൊക്കെ ആക്ഷൻസ് ആണോ ചെയ്യേണ്ടത് ആ ആക്ഷൻസിനെ നമ്മളൊരു ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റേഷനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതിൽ നിന്ന് ഫ്ലോ ഓഫ് കൺട്രോൾ എങ്ങനെയാണ് പോകുന്നത്. ഫ്ലോ ഓഫ് കൺട്രോൾ ഫ്രം വൺ ആക്ഷൻ ടു അനദർ, ഒരു ആക്ഷനിൽ നിന്ന് എങ്ങോട്ടാണ് അടുത്ത ആക്ഷൻ ചെയ്യേണ്ടത്, ആ ഫ്ലോയാണ് നമ്മൾ ഈ ഫ്ലോ ചാർട്ടിലൂടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മോർ അറ്റൻഷൻ ഈസ് ഗീവൺ ടു ദ ഫങ്ഷൻസ് ദാൻ ഡാറ്റ. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇൻ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മോർ അറ്റൻഷൻ ഈസ് ഗീവൺ ടു ഫങ്ഷൻസ് ദാൻ ഡേറ്റനെ കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് എന്തിനായിരിക്കും, ഫങ്ഷൻസിനായിരിക്കും. ഇൻ എ മൾട്ടി ഫങ്ഷൻ പ്രോഗ്രാം മെനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ഐറ്റംസ് ആർ പ്ലേസ്ഡ് ആസ് ഗ്ലോബൽ. അതായത് ഒന്നിലധികം ഫങ്ഷനുള്ള ഒരു പ്രോഗ്രാം, ഇൻ എ മൾട്ടി ഫങ്ഷൻ പ്രോഗ്രാം ദർ ആർ മോർ ഫങ്ഷൻസ്, 2 or more ഫങ്ഷൻസ് ഉള്ള മൾട്ടി ഫങ്ഷൻ പ്രോഗ്രാമിൽ മെനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ഐറ്റംസിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആർ പ്ലേസ്ഡ് ആസ് ഗ്ലോബലായിട്ട് പ്ലേസ്ഡ് ആസ് ഗ്ലോബൽ, സോ ദാറ്റ് ദേ മേ ബി ആക്സസ്ഡ് ബൈ ഓൾ ദ ഫങ്ഷൻസ്. ആ ഗ്ലോബലായിട്ട് ഡേറ്റനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ ഡേറ്റേനെ എല്ലാ ഫങ്ഷൻസിനും ആക്സസ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഗ്ലോബൽ വേരിയബിൾ ഓർ ഗ്ലോബൽ ഡേറ്റ ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഓൾ ദ ഫങ്ഷൻസ്. എല്ലാ ഫങ്ഷൻസിനും ആക്സസ് ചെയ്യാം നമ്മളൊരു ഡേറ്റേനെ ഗ്ലോബലായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ ഈച്ച് ഫങ്ഷൻ മേ ഹാവ് ഇറ്റ്സ് ഓൺ ലോക്കൽ ഡേറ്റ. ഫങ്ഷന് ഗ്ലോബൽ ഡേറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ എവറി ഫങ്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ലോക്കൽ ഡേറ്റ ഉണ്ടാവും. ഈച്ച് ഫങ്ഷൻ ഹാസ് ഇറ്റ്സ് ഓൺ ലോക്കൽ ഡേറ്റ. ഓക്കെ, ഗ്ലോബൽ ഡേറ്റ ആൻഡ് ലോക്കൽ ഡേറ്റ. ലോക്കൽ ഡേറ്റ ക്യാൻ ബി ആക്സസ്ഡ് ഓൺലി ബൈ ദാറ്റ് ഫങ്ഷൻ. ഏത് ഫങ്ഷനിനകത്താണോ നമ്മൾ ഡേറ്റ ലോക്കൽ ഡേറ്റനെ ഇനിഷ്യലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ആ ലോക്കൽ ഡേറ്റനെ ആ ഒരു ഫങ്ഷന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബട്ട് നമുക്ക് ഗ്ലോബലായിട്ടൊരു ഡേറ്റനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വേരിയബിളിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റനെ എല്ലാ ഫങ്ഷൻസിനും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് ഗ്ലോബൽ ഡേറ്റ ആൻഡ് ലോക്കൽ ഡേറ്റ. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. മോഡുലാരിറ്റി ഈസ് വെൻ two dissimilar systems have two different tasks at hand but are grouped together to conclude a larger task first. അതായത് മോഡുലാരിറ്റി എന്ന് പറഞ്ഞൊരു ടേമുണ്ട്, മോഡുലാരിറ്റി. അപ്പോൾ ഈ മോഡുലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് ഡിസിമിലർ സിസ്റ്റം ഉണ്ട്. വെൻ ടു ഡിസിമിലർ സിസ്റ്റം ഹാവ് ടു ഡിഫറെൻറ്റ് ടാസ്ക്, രണ്ട് ഡിഫറെൻറ്റ് ടാസ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ രണ്ട് ഡിഫറെൻറ്റ് ടാസ്കും അതായത് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ആ ഡിഫറെൻറ്റ് ടാസ്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് ഫങ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അത് ഗ്രൂപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ലാർജർ ടാസ്കിന്, അതായത് ലാർജർ ടാസ്കിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ട് മോഡ്യൂൾസ് ആക്കിയിട്ടാണ് ചെയ്യുക. അതാണ് ഇവിടെ മോഡുലാരിറ്റി എന്നുള്ളത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ലാർജർ ടാസ്ക് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലാർജർ ടാസ്കിനെ സ്മോളർ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ചെയ്യുക. അതാണ് ഇവിടെ മോഡുലാരിറ്റി എന്ന് പറയുന്ന ടൈമിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ ഗ്ലോബൽ ഡേറ്റ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ട്, ലോക്കൽ ഡേറ്റ പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞ ഗ്ലോബൽ ഡേറ്റയും ലോക്കൽ ഡേറ്റയും തമ്മിലുള്ള കാര്യമാണ് പറയുന്നത്. ദ റിലേഷൻഷിപ്പ് ഓഫ് ഡേറ്റ ബിറ്റ്വീൻ ഡേറ്റ ആൻഡ് ഫംഗ്ഷൻ ഇൻ POP മീൻസ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, POP എന്നും കൂടെ പറയും നമ്മൾ. നമ്മൾ UPS എന്ന് പറയില്ലേ, അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് UPS. അതേപോലെ തന്നെ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് POP. ഓക്കെ, അപ്പോൾ ഈ POP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ഡേറ്റയും ഫംഗ്ഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് ഈ ഫംഗ്ഷന് ഇത് ഗ്ലോബൽ ഡേറ്റയാണ്, ഇത് രണ്ടും ഗ്ലോബൽ ഡേറ്റയാണ്, ഇതെല്ലാം ലോക്കൽ ഡേറ്റയാണ്. അതായത് ഓരോ ഫംഗ്ഷനിലും ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡേറ്റയാണ് ലോക്കൽ ഡേറ്റ. അപ്പോൾ ഈ ലോക്കൽ ഡേറ്റന് ഈ ഒരു ഫംഗ്ഷൻ 1 ഈ ഡേറ്റന് ഈ ഫംഗ്ഷൻ 1 മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, then this local data in function 2, it can be only accessed by the function 2. Okay, only accessed by function 2. Then this local data is only accessed by function 3, but this global data can be accessed by function 1, can be accessed function 1, function 2, function 3. function 1 function 2 function 3 global data ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. സം ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റഡ് ബൈ POP-R. POPയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാൻ പോകുന്നത്. എംഫസൈസ് ഈസ് ഓൺ ഡൂയിങ് തിങ്സ് അൽഗോരിതം. അതായത് ഫങ്ഷനാണ് ഇമ്പോർട്ടൻസ്, അതായത് ഡൂയിങ് തിങ്സിനാണ് അവർ ആക്ഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഡൂയിങ് തിങ്സിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എംഫസൈസ് ഈസ് ഓൺ ഡൂയിങ് തിങ്സ് അൽഗോരിതംസ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലാർജ് പ്രോഗ്രാംസ് ആർ ഡിവൈഡഡ് ഇൻറ്റു സ്മോളർ പ്രോഗ്രാംസ് നോൺ ആസ് ഫങ്ഷൻസ്. ലാർജ് പ്രോഗ്രാംസിനെ ഡിവൈഡ് ചെയ്തിട്ട് സ്മോളർ പ്രോഗ്രാംസ് ആയിട്ട് മാറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മോഡുലാരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഇതിലൂടെ വരുന്നത്. ഓക്കെ, അതിനാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ഫങ്ഷൻസ് ഷെയർ ഗ്ലോബൽ ഡേറ്റ. മിക്കവാറും എല്ലാ ഫങ്ഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ ഡേറ്റ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡേറ്റ മൂവ് ഓപ്പൺലി അറൗണ്ട് ദ സിസ്റ്റം ഫ്രം വൺ ഫങ്ഷൻ ടു ഫങ്ഷൻ. അതായത് ഡേറ്റയ്ക്ക് ഫ്രീ ആയിട്ട് സിസ്റ്റത്തിൽ ആ ഒരു പ്രോഗ്രാമിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു ഫങ്ഷനിൽ നിന്ന് വേറൊരു ഫങ്ഷനിലേക്ക് ഈസി ആയിട്ട് ഓപ്പൺലി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഗ്ലോബൽ ഡേറ്റ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് എല്ലാ ഫങ്ഷനും
എല്ലാ ഫംഗ്ഷനും ആ ഒരു ഗ്ലോബൽ ഡേറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫങ്ഷൻസ് ട്രാൻസ്ഫോം ഡേറ്റ ഫ്രം വൺ ഫോം ടു അനദർ. ഫങ്ഷൻസ് ട്രാൻസ്ഫോം ഡേറ്റ ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. ഡേറ്റ ഫ്രം വൺ, ഒരു ഡേറ്റനെ ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഫംഗ്ഷന് പറ്റും. ഇനി ലാസ്റ്റ് വൺ ആണ് എംപ്ലോയ്സ് ടോപ്പ് ഡൗൺ അപ്രോച്ച് ഇൻ ദ പ്രോഗ്രാം ഡിസൈൻ. അതായത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് സെക്ഷനാണ് ഈ ഒരു വ്ളോഗിൻ്റെ. അത് പറയുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് POP ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് POP. ഇതിൽ ഫസ്റ്റ് വൺ പറയുന്നത് പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ഈസ് എക്സലൻറ്റ് ഫോർ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ്. അതായത് ജനറൽ പർപ്പസ് പ്രോഗ്രാമിങ്ങിന് എന്ത് ചെയ്യാൻ വേണ്ടി ഇത് എക്സലൻ്റ് ആണ്. പക്ഷേ ഇത് ഇപ്പോൾ റിയൽ വേൾഡ് ഒബ്ജക്റ്റ്, ഇപ്പോൾ കാറിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ലോണിൻ്റെ കേസിൽ അങ്ങനെയൊക്കെ കേസിൽ റിയൽ വേൾഡ് ഒബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ജനറൽ പർപ്പസ് ആണെങ്കിൽ ഓക്കെയാണ്, റിയൽ വേൾഡ് ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഡിഫിക്കൽട്ടാണ്. ദ കോഡഡ് സിംപ്ലിസിറ്റി അലോങ് വിത്ത് ഈസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കമ്പൈലേഴ്സ് ആൻഡ് ഇൻ്റർപ്രിറ്റേഴ്സ്. കമ്പൈലേഴ്സിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ്റെ ഈസിനെസ്, ഇംപ്ലിമെൻറ്റേഷൻ ഈസിയാണ്. അപ്പോൾ അതെല്ലാം ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ലാർജ് വെറൈറ്റി ഓഫ് ബുക്സ് ആൻഡ് ഓൺലൈൻ ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം. സോഴ്സ് കോഡ് ഈസ് പോർട്ടബിൾ. സോഴ്സ് കോഡ് പോർട്ടബിൾ ആണ്. ദെർഫോർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ടാർഗറ്റ് എ ഡിഫറെൻറ്റ് CPU ആസ് വെൽ. അതായത് ഒരു സോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഒരു CPU നിന്ന് വേറെ CPയിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് അത് പോർട്ടബിൾ ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ പറയുന്നത് ദ കോഡ് ക്യാൻ ബി റീയൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ പ്രോഗ്രാം വിത്തൗട്ട് നീഡ് ടു കോപ്പി ഇറ്റ്. ഒരു കോഡിനെ, ഒരു പാർട്ടിലൊരു കോഡിനെ ആ പ്രോഗ്രാമിലെ ഏതൊരു പാർട്ടിലും ഡിഫറെൻറ്റ് പാർട്ടിലും അത് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് ദ പ്രോഗ്രാം ഫ്ലോ ക്യാൻ ബി ട്രാക്ക്ഡ് ഈസിലി. പ്രോഗ്രാം ഫ്ലോ നമുക്ക്, അതായത് നമ്മൾ ഫ്ലോ ചാർട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസഡ്വാൻറ്റേജിൽ ആദ്യത്തേത് ഞാൻ പറഞ്ഞു, റിയൽ വേൾഡ് ഒബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഡിഫിക്കൽട്ട് ടു റിലേറ്റ് വിത്ത് റിയൽ വേൾഡ് ഒബ്ജക്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദ ഓപ്പറേഷൻ റാദർ ദാൻ ദ ഡേറ്റ വിച്ച് മൈറ്റ് ബി പോസ് ഇഷ്യൂസ് ഇൻ സം ഡേറ്റ സെൻസിറ്റീവ് കേസസ്. അതായത് ഇവിടെ ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻസ്, ഡേറ്റയ്ക്കല്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ആയതുകൊണ്ട് അവിടെ ഡേറ്റ സെൻസിറ്റീവ് കേസസ് എല്ലാം വരുന്ന സമയത്ത് ഇഷ്യൂസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് ഡേറ്റയ്ക്കല്ല, ഫംഗ്ഷനാണ് ഇമ്പോർട്ടൻസ് POPയിൽ, അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇനി നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. ഗ്ലോബൽ ഡേറ്റ ഈസ് ഫ്രീലി മൂവിങ് and is shared among various functions. Thus, it become difficult for programmers to identify and fix issues in a program that originate due to incorrect data handling. അതായത് ഗ്ലോബൽ ഡേറ്റയെ എല്ലാ ഫങ്ഷൻസിനും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അത് എല്ലാ ഫങ്ഷനും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഗ്രാമേഴ്സിന് ഒരു ബഗ് വന്നു കഴിഞ്ഞാൽ അതിനെ ഫിക്സ് ചെയ്യുക, ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈ ചെയ്യാനും ഫിക്സ് ചെയ്യാനും കുറച്ചൊരു പ്രോബ്ലമാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ദ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ച് ഡസ് നോട്ട് വർക്ക് ആസ് വെൽ ഫോർ ലാർജ് ആൻഡ് കോംപ്ലക്സ് സിസ്റ്റംസ്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ചിൽ ഡസ് നോട്ട് വർക്ക് വെൽ ഫോർ ലാർജ് ആൻഡ് കോംപ്ലക്സ് സിസ്റ്റം. ലാർജ് കോംപ്ലക്സ് സിസ്റ്റത്തിൽ ഇത് എന്ത് ചെയ്യുന്നില്ല, അത്രയും ഡസ് നോട്ട് വർക്ക് വെൽ, നന്നായി വർക്ക് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഡസ് നോട്ട് വർക്ക് വെൽ ഫോർ ലാർജ് ആൻഡ് കോംപ്ലക്സ് സിസ്റ്റം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് POPനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.